നമ്മളിങ്ങനെ പുലിനെ കാണുന്നല്ലേ പറഞ്ഞോളൂ. പുലി കാണിച്ചാ വെയിറ്റ് ചെയ്യണേ. അടിപൊളി സാധനം, അതായത് ഒരു നമ്മള് ജീവിതത്തിൽ കാണാൻ പറ്റാത്തൊരു സാധനം. അപ്പോ ഞങ്ങള് വെളുപ്പിന് ഇട്ടിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാട്ടാ. അല്ലെങ്കിൽ ഫുള്ള് ഇരുട്ടാണ്. അപ്പോ ഞാനുണ്ട്, ഏവിലിങ്ങോട്ടുണ്ട്, അതിനുണ്ട്. ഞങ്ങൾ എവിടേക്ക് പോണേന്നുള്ളത് സർപ്രൈസ് ആണ്, വഴിയെ കാണാം. അപ്പൊ ഞങ്ങളിങ്ങനെ നിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു പള്ളി കാണാൻ പറ്റല്ലേ, ഇവിടെ കപ്പള്ളി ഉണ്ട്. കപ്പള്ളിയില് നേർച്ചയൊക്കെ ഇട്ടാണ് പോവാന്ന് വെച്ചു. അതിനു നേർച്ചയിടല്ലേ. അപ്പൊ ദൈവത്തോട് പ്രാർത്ഥിച്ച് അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇറങ്ങിക്കേണ്ട. വൺ ഡേ ട്രിപ്പ്, സിംഗിൾ ഡേ ട്രിപ്പ്. അപ്പൊ നമുക്ക് നേർച്ചിട്ട് വരാം. ഇറങ്ങാൻ പാടില്ല. ഫസ്റ്റ് ടൈമാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയത്. റേഡിയോ കഴിഞ്ഞില്ല, മാറിയ റേഡിയോ വന്നില്ല. ഇനിയിപ്പോ അങ്ങ് കയറണം. മഞ്ഞാണോ അത്? മഞ്ഞല്ല, വൈറ്റ് കളറാണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, മഞ്ഞ്. ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. മസാല ദോശ കഴിക്കാനായിട്ട് ഓടിപ്പിടഞ്ഞ് ഹോട്ടലിലെത്തിയത്. അവിടുത്തെ മസാല ദോശ ഇല്ല, പ്ലെയിൻ ദോശ കഴിക്കണം. അങ്ങനെ അതും കഴിച്ച് വീണ്ടും യാത്ര തുടങ്ങിയിട്ടാ. 81 കിലോമീറ്റർ, പളനിക്ക് 89 കിലോമീറ്റർ, അണ്ണൈമലൈ 19 കിലോമീറ്റർ. ഈ അണ്ണൈമലയിലാണ് അണ്ണന്മാര് കൂടുതലുള്ളത്. അതായത് നമ്മൾ ഗൾഫും ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു പ്രശ്നമല്ലത്. അതായത് പ്രോപ്പറായിട്ടൊരു ടോയ്ലറ്റ്, ക്ലീൻ ടോയ്ലറ്റ് ഇല്ല. അത് എക്സാമ്പിൾ നമ്മൾ ഏത് പമ്പി കയറിയാൽ പോലും നമുക്ക് അത്ര, ഇപ്പൊ പറയും നിങ്ങൾ പുറത്തു പോകുമ്പോൾ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിലും ഈ കോമൺ ടോയ്ലറ്റുകൾ ആൾക്കാർക്ക് യാത്ര ചെയ്യുന്നവർക്ക് കിട്ടാവുന്ന ഒരു സാഹചര്യം വേണ്ട. നമ്മുടെ നാട്ടിലില്ല. അത് എന്തായാലും ഒരു ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ. അതായത് ഒരാളെ നിർത്തി ആളെപ്പോഴും ക്ലീൻ ചെയ്ത് നല്ല പ്രോപ്പർ വേല മുന്നോട്ട് പോകുന്നൊരു ടോയ്ലറ്റ് നമ്മുടെ ഒരു ആവശ്യമാണത്. നമ്മുടെ വീട്ടില് എപ്പോഴും നമ്മൾ എവിടെ പോയാലും തിരിച്ചെത്തിയിട്ട് നമ്മൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലം തുടങ്ങി ടോയ്ലറ്റ് അല്ലേ. നമ്മൾ വേറെ എവിടെ ടോയ്ലറ്റ് പോയാലും നമുക്കൊരു കംഫർട്ടബിൾ കിട്ടുന്ന സ്ഥലം നമ്മുടെ വീട്ടിലായിരിക്കും. അത് നമ്മുടെ റൂമിലുള്ള ആ ടോയ്ലറ്റ്. അതാലേക്ക് അങ്ങനെ. അപ്പൊ ഇനിയിപ്പോ പോയിക്കൊണ്ടിരിക്കണ്. ഇനി കഥകളില്ല, ഇനി കാര്യത്തിലേക്ക് എത്തിയിട്ട് കാണാം. ബൈ ബൈ. അല്ലേ, ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ കേരളത്തില് നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു വണ്ടി ഇപ്പോ തമിഴ്നാട്ടിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അന്ന് കണ്ടല്ല, അടിപൊളി സംഭവം. കാണിക്കേ, കാളവണ്ടി, കാളവണ്ടി. മയില് കയറിയ ഇതുമ്പോ കയറിയേക്കണ്. നല്ല പീലിയാണ് മയില്, അടിപൊളി മയില്. വേണ്ടാ, ഇത് സംഭവിച്ചേ തമിഴ്നാടിന്റെ ഒരു ഭംഗിയുണ്ട് പറയണേ. നിറച്ച് പുളി രണ്ട് സൈഡിൽ ആർച്ചായിട്ടാണ് നിക്കണത്. നല്ല തണല്, നല്ല ബ്യൂട്ടി, നല്ല സുഖം ആരോഗ്യം. അപ്പൊ അടുത്തായിട്ട് എന്റെ ഒരു ചെറിയൊരു എളിയ കാലം. ഇതണ്ടാ ശരിക്കും തമിഴ്നാട് വണ്ടി, തമിഴ്നാട്ടിൽ മാത്രമുള്ള വണ്ടി, തമിഴൻ വണ്ടി. ഇനി എന്റെ ഒരു തമിഴ് ഗാനം. മച്ചാൻ പേര് മധുരൈ, രണ്ട് കാല് കുതിരൈ. കോഴി മഞ്ഞ കോഴി. ചക്കയുടെ ബിസിനസ് ഇവിടെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചക്ക ഒരു 10 കൊണ്ടില്ല. നമ്മുടെ നാട്ടിൽ കാണാനില്ല ചക്കയൊന്നും.
ഗൈസ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി എന്നാണ് പറയപ്പെടുന്നത്. എന്താണ്? പറമ്പിക്കുളം അണ്ണാമലൈ ടൈഗർ റിസർവ് പൊള്ളാച്ചി. പൊള്ളാച്ചി. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവിടെ ഒരു ചേട്ടൻ പറഞ്ഞത്. പതുക്കനെ പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ നമ്മളിങ്ങനെ ഹെയർപിന്നുകൾ കേറി വട്ടാമ്പിയിൽ എവിടെ വന്നാണ്? പറമ്പിക്കുളത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. ഈ വഴിക്ക് മാന, പുലി, കഴുത, എരുമ, ആട് ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. പക്ഷെ ആലപ്പുഴ മാത്രമാണ് ഇത്ര തീരായിട്ട് കണ്ടത്. പക്ഷെ പിന്നെ കാട് ഫുൾ ഡ്രൈ ആണ്, വെള്ളമൊന്നുമില്ല. പുറത്ത് നല്ല തണുപ്പാണ്, നല്ലൊരു തണുപ്പുണ്ട് കാറ്റിന്. പക്ഷെ വലിയ കാര്യമായിട്ട് മൃഗങ്ങളെയൊന്നും കണ്ടില്ല. കിളികളുടെ ശബ്ദം നല്ല നല്ല രസമുള്ള ശബ്ദങ്ങൾ. കിളികളുടെ കേട്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു നല്ല കാറ്റും. അയച്ചേന്റെ കൂട്ടുകാരെ നമ്മൾ കണ്ടുമുട്ടി. ഹായ് എന്ന് പറഞ്ഞു. ഹായ്. രണ്ടെണ്ണം ബേബീസ്. അമ്പോ ദേ മോളിലുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും കേരളത്തിലേക്ക് കടക്കാൻ പോകുന്നു. പറമ്പിക്കുളം ടൈഗർ റിസർവ്. നല്ല വെയിലാണ്. ഇതാണ് ശരിക്കും സ്ഥലത്ത്. ഇത് കേരളം, കേരള ചെക്ക് പോസ്റ്റ്. അപ്പുറത്ത് തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. ഇപ്പൊ നമ്മള് കേരളത്തിലേക്കാണ്. എനിക്കട്ടോ എങ്ങനെയുണ്ട്? നല്ല ചൂടല്ലേ? നല്ല ചൂട്. വാ പോവാ, നമുക്ക് മുകളിലേക്ക് പോവാം. ഇപ്പൊ നമ്മള് പറമ്പിക്കുളത്താണ് നമ്മൾ വരാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ പറമ്പിക്കുളത്തി നമ്മള് തമിഴ്നാട് ചെക്ക് പോസ്റ്റ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇറങ്ങിയിരിക്കുന്നു. തമിഴ്നാട് ഒരു ടിക്കറ്റ് എടുത്ത് നമ്മള് തമിഴ്നാട്ടിൽ കയറി. തമിഴ്നാട്ടിൽ നമ്മൾ കുറച്ച് ദൂരം സഞ്ചരിച്ച് ഇപ്പൊ വീണ്ടും കേരളത്തിൽ കയറി. കേരളത്തിൽ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോ നമ്മൾ ട്രക്കിങ്ങിനുള്ള ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ട്രക്കിങ്ങിന് നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾക്ക് ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത് 50 രൂപ. കുട്ടികൾക്ക് ചാർജ് ഇല്ല. അപ്പൊ രണ്ടുപേർക്ക് 60 രൂപ. അപ്പൊ 120 രൂപ. ഇവിടെ നമുക്ക് 150 രൂപ. 150 രൂപ കുട്ടിക്ക് ചാർജ് ഉണ്ട് 300 രൂപ. അങ്ങനെ നമ്മൾ 3 ആൾക്ക് ടിക്കറ്റ് എടുത്തു. 50 രൂപ തന്നിട്ടില്ല, തിരിച്ച് മേടിക്കണം, ഓർക്കണം. ഓക്കെ. അപ്പൊ അങ്ങനെ കണ്ടു. ഇവിടെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോ നമ്മള് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ കയറി. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ കയറി അല്ലെ? കേരളത്തിൽ നിന്ന് തമിഴ്നാട്, പിന്നെ കേരളം. അങ്ങനെ 3 ജില്ലകൾ താണ്ടിയാണ്. രണ്ട് സ്റ്റേറ്റുകൾ താണ്ടിയാണ് നമ്മൾ എങ്ങോട്ട് എത്തിയാണ്. ഈ സ്ഥലത്തേക്ക് എത്തിയാണ്. അപ്പോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് പറമ്പിക്കുളത്തേക്ക് വഴി എന്ന് പറയുന്നത് കുറച്ച് വഴി ഉണ്ടാവുള്ളൂ. ഏകദേശം ഒരു 70 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വരാനുള്ള വഴിയില്ല. ജീപ്പ് റോഡൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പ്രോപ്പറായിട്ട് അറിയില്ല അതിനെ കുറിച്ച്. പക്ഷെ ശരിക്കും വഴിയില്ല. വഴിയുണ്ട്, നമുക്ക് വണ്ടി പോകുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പാലക്കാട് കൂടി ഇങ്ങോട്ട് വന്നു. ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങി തമിഴ്നാട്ടിൽ നിന്ന് വീണ്ടും കേരളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ അല്ലേ? എന്തൊരവസ്ഥ അല്ലേ? എന്തായാലും അപ്പൊ അങ്ങനെ ഇതാണ് നമുക്ക് സിസ്റ്റം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ട്രക്കിംഗ് ഉണ്ട്. ട്രക്കിങ്ങിന് ഒരാൾക്ക് 400 രൂപ വെച്ചാണ് ചാർജ് ചെയ്യണം. കുട്ടികൾക്ക് എത്രയെന്ന് അറിയില്ല, ചെന്നിട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ. ഇതാണ് പുലി. ഇത് കാണാൻ പറ്റുന്ന ഞങ്ങൾക്ക് തോന്നുള്ളൂ. പുലിനെ കാണാൻ പറ്റില്ല. പക്ഷെ നമ്മള് പുലിനെ കണ്ടു. ഇനിയിപ്പോ നമ്മൾ അടുത്തൊരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നോക്കിയപ്പോ 2 മയിലുകൾ നോക്കി. എന്താണ് നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ 28 സീറ്റിന്റെ വണ്ടി ഉള്ളു. അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ചവിട്ടില് വെക്കുന്നത് ചെമ്പരത്തി പോവാ.
അങ്ങനെ ഞങ്ങൾക്ക് ഇതേ ബസ്സിൽ ടിക്കറ്റൊക്കെ എടുത്തത് ബസ്സിൽ കയറി ഇരിക്കട്ടാ. ഡ്രൈവറാണെങ്കിൽ വന്നിട്ടില്ല, കൊടും ചൂടും. ആളുകളൊക്കെ ഡ്രൈവറെ ചീത്തോണ്ടിരിക്കുക. ഏവലുണ്ട്, ഞാനുണ്ട്, അതിനുണ്ട്. ഫസ്റ്റ് സീറ്റ് തന്നെ കിട്ടിയിട്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ ആനിമൽസ്. എല്ലാരും വന്നല്ലേ? എല്ലാവരും അയ്യോ ഇവ അതിലടക്കൂലേ. ഡാമിലുണ്ട് വാരിപ്പോയിട്ട് 460 ഓരോ നിങ്ങൾ കണ്ടാൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് സൈലന്റ് ആയിട്ടിരുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രദ്ധയില്ലായില്ല കേട്ടോ. സാർ നമ്മൾ 56 കിലോമീറ്റർ പോയിട്ട് വരും. 3 hours ടൈം എടുത്ത് 5 പ്ലേസ് ഉണ്ട്. ഡാമിലുണ്ട് വാരിപ്പോയിട്ട് 460 അത് ഓഫ് റോഡിലാണ്. ശരി കുഴമ്പ പറ്റും. ഓക്കെ കൊള്ളാം. അങ്ങനെ ഞങ്ങൾക്ക് ഫസ്റ്റ് സൈറ്റിങ് കിട്ടിയിട്ടാ. നല്ല അടിപൊളി പുള്ളിമാനുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നടന്ന് ഒരു കൂട്ടം മാനുണ്ട് കേട്ടാ. അങ്ങനെ വീണ്ടും യാത്ര തുടരും. അങ്ങനെ വീണോണ്ടിരിക്കുക. അതൊക്കെ എന്റെ കയ്യില് നല്ല മണ്ണുണ്ടിട്ടേ. ഇതാണ് നമ്മുടെ പറമ്പിക്കുളത്തെ ചെറിയൊരു ഡാം കേട്ടോ. ഇതിൻ്റെ നടത്തിപ്പുകാർ തമിഴ്നാടാണെങ്കിലും ഇതിൻ്റെ ഓണർ കേരളമാണ്. ഇവിടെ പുലിയുടെ നല്ലൊരു പടക്കം വരച്ചിട്ടുണ്ട്. എന്താ പറയാ, നമ്മൾ ട്രാവൽ ചെയ്തോണ്ടിരിക്കണേ ബസ് അല്ലേ. പക്ഷെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പക്ഷെ വണ്ടി ഓടി തുടങ്ങി കുഴപ്പമില്ല. അത്ര നേരം കുറച്ച് റിസ്ക് ആണ്. പിന്നെ ഈ മരത്തുമേന്ന് ഫുള്ള് ഇങ്ങനെ ഇതുകളിങ്ങനെ വീണോണ്ടിരിക്കുക. ഈ ഫ്ലവർ നല്ല സ്മെല്ലുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നു കേട്ടോ. നല്ല പപ്പടം, പഴം, പായസം കൂട്ടിയൊരു ചോറ്. അതായത് തമിഴ് സ്റ്റൈലിലുള്ളൊരു ഊണ് കേട്ടോ. നല്ല സാമ്പാർ, നല്ല പപ്പടം, നല്ല ഓംപ്ലേറ്റ് ഒക്കെ ആയിട്ട് അടിപൊളി. ഇത് തമിഴ്നാട്ടിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതരം പപ്പടം. നല്ല പപ്പടമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ തമിഴ്നാട് എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മൾ മേടിക്കാറുണ്ട് ഈ പപ്പടം കേട്ടോ. അടിപൊളിയാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഫുഡ് കേട്ടോ. നല്ല സാമ്പാർ തന്നെ തമിഴിലൊരു പ്രത്യേകത അല്ലേ. ഇവിടെ ചെറിയൊരു കൂട്ടുകറി, അത് കഴിഞ്ഞ് ചെറിയൊരു എന്താ പറയുക നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതേ ഇവിടെ ഒരു ചെറിയ വേറൊരു കോളിഫ്ലവറിൻ്റെ ഒരു കറി, പിന്നെ ഒരു അച്ചാറുണ്ടായി. അതാണ് ഇതിനകത്തൊരു ഹൈലൈറ്റ് കേട്ടോ. പിന്നെ നല്ല പച്ചരി ചോറ്, അതായിരുന്നു ഇതിൻ്റെ പ്രത്യേകത. വലിയ കോളിഫ്ലവർ വേണമെന്ന് പറഞ്ഞു ആ കോളിഫ്ലവറും കൂടി അതിന് കൊടുത്തു കേട്ടോ. പക്ഷെ കോളിഫ്ലവർ കഴിച്ചു നോക്കി, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ സാമ്പാറും എന്താ പറയുക ഈ നമ്മുടെ ചോറും നല്ല പച്ചരി ചോറും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു, നല്ല ടേസ്റ്റുണ്ട്. സാമ്പാർ നല്ല ചൂടൻ സാമ്പാർ കേട്ടോ. അല്ലാണ്ട് ചെറുകിട നമ്മുടെ വീട്ടിൽ നല്ല അടിപൊളി സാമ്പാർ. വീട്ടിൽ വയ്ക്കുന്ന പോലത്തെ ഒരു സാമ്പാറില്ല, ഒരു തമിഴ് സ്റ്റൈലിലുള്ള സാമ്പാർ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂട്ടുകറി കുറച്ചെടുക്കുക, കുറച്ച് പപ്പടം എടുക്കുക, അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഉരുളയുടെ കഴിച്ചപ്പോൾ എൻ്റെ മോനെ ഉള്ളി സാധനം ചൂടുണ്ടോ, ടേസ്റ്റ് ഉണ്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു കുൽഫി മേടിച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല സാധനം. അത് ആ ഒരു ചെറിയ തണുപ്പ് കാറ്റത്തിരുന്ന് കുൽഫി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ചെറിയൊരു ഏരിയ ആയിട്ട് അത് അവരൊരു എന്താ പറയുക പറമ്പിക്കുളം ഒരു ചെറിയൊരു ടൗൺ പോലെ സെറ്റപ്പ്, കുറേ കടകളൊക്കെ ആയിട്ട് ഇവിടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് തിരിച്ച് വീണ്ടും വണ്ടിയിൽ കയറാൻ പോകുന്നു. എന്നിട്ട് യാത്ര തുടങ്ങാം കേട്ടോ. ഇത് പറമ്പിക്കുളത്ത് അടുത്തൊരു അതായത് നമ്മൾ നേരത്തെ കണ്ട ചെറിയ ഡാമിൻ്റെ അടുത്തുള്ള വലിയ ഡാം. ഈ ഡാം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ വെള്ളമൊക്കെയാണ് നമ്മൾ അതിരപ്പള്ളി ചാലക്കുടി പുഴയൊക്കെ കൊള്ളുന്ന വെള്ളം കേട്ടോ. ഈ ഫ്ലഡ് വരുമ്പോൾ പറയാറുണ്ടല്ലോ പറമ്പിക്കുളം ഡാം തുറക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ പേടിക്കാറുണ്ട് ചാലക്കുടിക്കാർ. ഇത് കാര്യം വെച്ചാൽ ഈ ഡാം എന്ന് പറയുമ്പോഴാണ് നമ്മുടെ ഈ ഡാം തുറന്ന് അതിരപ്പള്ളി വഴി ചാലക്കുടി പുഴയിലേക്കും വെള്ളം വരുന്നത്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ കേട്ടോ. ഒരു വലിയ തേക്ക്. ഇതിന് ഏകദേശം 450-500 വർഷം പഴക്കമുണ്ട്. ഇത് ഇന്ത്യക്കാർ വെച്ചതല്ല കേട്ടോ. ഇത് ബ്രിട്ടീഷുകാർ പണ്ട് ഈ കാട്ടിൽ കൊണ്ട് വെച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 ആൾ വട്ടം നിന്നിട്ട് എത്താത്തൊരു തേക്ക്.
8 ആളാണ് നിരന്നേക്കണം. നിങ്ങൾ എണ്ണിക്കഴിഞ്ഞാൽ മനസ്സിലാവൂട്ടാ. 8 ആൾ ഇങ്ങനെ കൈ കോർത്ത് ചുറ്റും നിന്നിട്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം എന്താ പറയുക, വലിയൊരു സംഭവമാണ്. ഇതെന്തായാലും ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഇതെന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇത്രയും വലിയ തേക്ക് നമ്മുടെ നാട്ടിൽ ഒരിക്കലും കാണില്ല. അതിലൊരാട് ഏവലിംകുട്ടനുണ്ട് കേട്ടോ. ഏവലിംകുട്ടനാണ് ആ സൈഡിലെ സെൻറ്ററിൽ എടുക്കുന്നത്. അതിന് കയറിയില്ല. ബാക്കി നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും കൂടി കയറിയിട്ട് ചുറ്റും നിന്നു. എല്ലാവരും ഇല്ല, ഏകദേശം 8 ആൾ കയറിയിട്ട് ചുറ്റും നിന്ന് കൈ പിടിച്ച് നിൽക്കുന്ന ഒരു വീട്. ഓക്കെ 500 വർഷമുണ്ട്. 500 മേലെ ആയിരിക്കും, അപ്രോക്സിമേറ്റ് ആയിരിക്കും. ഇതെന്ത് കായത്? ഇതിന്റെ മേലത്തെ തിന്നാൻ പറ്റില്ല, ഉള്ളിൽ തിന്നണ്ട. ഇതെന്തിനാ പറയണേ? പാനൽ ചിക്കൻ ബോക്സിന് ജസ്റ്റ് പറ്റും. കുരുവി തുപ്പിക്കളയാണ്. അല്ല പാനൽ പാണൽ. ഇതെന്ത് മൃഗങ്ങള് കഴിക്കായിരിക്കില്ല? ബേർഡ്സുകൾ കഴിക്കും, കരടി ഫുള്ള് കഴിക്കും. കരടിയാ? കരടി ഉണ്ടോ അവിടെ? ഇഷ്ടത്തിന്. ആ പറിക്കാനാവണേ. തിന്നിട്ട് കുരു തുപ്പികളെയാണ്. രസമുണ്ടാ? ജാമിന്റെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ? ഒരെണ്ണേ വില്ലിനടുത്ത് അതൊന്ന് തുപ്പിക്കളേണ്ട കുരു. അപ്പൊ തന്നെ തുപ്പിക്കളാ. അങ്ങനെ വെരി ഗുഡ് ഗേൾ. രസമുണ്ടാ? അങ്ങനെ വരുമ്പോഴും മോനെ ദേ നിക്കണ് കാട്ടുപോത്തിന്റെ ഒരു കൂട്ടം. ഒരു 10, 12, 15 കാട്ടുപോത്തെങ്കിലും ഉണ്ടാവും. അവിടെ ഒരു 4 എണ്ണം, പിന്നെ അപ്പുറത്ത് മുകളിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ തിന്നോണ്ടിരിക്കട്ടോ. എന്തായാലും കാട്ടുപോത്തിനെ കണ്ടില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ കാട്ടുപോത്ത് അടിപൊളി. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങാട്ടോ. പക്ഷെ എന്ന് വെച്ചാൽ കാടൊക്കെ കരിഞ്ഞിരിക്കട്ടോ. കുറച്ചും കൂടി പച്ചപ്പണി, കുറച്ചും കൂടി മൃഗങ്ങളെ കാണാൻ പറ്റുന്നതാണ് ഡ്രൈവർ ഗാഡി ചേട്ടൻ പറയണ കേട്ടോ. അടിപൊളി സെറ്റപ്പ്. വണ്ടിയിൽ ഭയങ്കര ഓഫ് റോഡാണ്. അപ്പോൾ വണ്ടിയിൽ ഭയങ്കര കുടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാ. വണ്ടിയിലിരിക്കുമ്പോൾ ചൂടും അങ്ങനെ വലിയ ഇഷ്യൂ. കുറച്ചും കൂടി ഒരു മഴയൊക്കെ ഉള്ള ഒരു കാലത്ത് പോകണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഞങ്ങൾക്ക് തോന്നി. ചൂടുണ്ട്, പക്ഷെ എന്നാലും തണുത്തൊരു കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും പോകേണ്ടത് നമ്മളൊരു മഴയൊക്കെ കഴിയുന്നൊരു കാലഘട്ടത്തിൽ പോകണമെങ്കിൽ ഒരു പച്ചപ്പും നല്ലൊരു അടിപൊളിയായിട്ട് ഹരിതാപമൊക്കെ ആയിട്ട് നിൽക്കാൻ കാണാൻ പറ്റും. ചെറിയ വീടൊക്കെ വെച്ചിട്ടുണ്ടാകും പനമ്പട്ടയ്ക്ക്. ഞങ്ങൾ യാത്ര തുടങ്ങണം. എല്ലാവരും ടയേർഡായിട്ടായി. ചൂടിൻ്റെ ഒരു പ്രശ്നം ഞാനുണ്ട്. എല്ലാവരും ഭയങ്കര ഏകദേശം ഒരു അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് 58 കിലോമീറ്റർ ഉണ്ട്. 58 കിലോമീറ്റർ നമ്മൾ വണ്ടിയിൽ നിന്ന് സഞ്ചരിച്ചിരുന്ന കൊടുക്കും കാര്യങ്ങളും അങ്ങനെ ഒരു വരും. അപ്പോൾ അങ്ങനെ ഒരു വയ്യായി വരും. ഇവിടെ ഫോറസ്റ്റുകാരുടെ ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതിലും ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നോക്കി അടിപൊളി നല്ലൊരു മയിൽ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അടുത്ത് പോയി എടുത്തു കേട്ടോ. അങ്ങനെ പോകണമെന്നില്ല. നമ്മളെ കാണുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന് നമ്മൾ ഫുഡൊന്നും ഇട്ട് കൊടുക്കാൻ നിന്നില്ല. അവിടെ ആളുകൾ ഫുഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഫുഡൊക്കെ കഴിച്ച് ഇതേ നമ്മുടെ അടുത്തൊക്കെ നിൽക്കണം. നമ്മൾ ചെന്നാലും അങ്ങനെ ഓടി പോവൊന്നുമില്ല. നമ്മളെ നോക്കിയതേ നമ്മളങ്ങനെ നിൽക്കും. അപ്പം അങ്ങനെ നമ്മുടെ പറമ്പിക്കുളം യാത്ര അവസാനിച്ച് നമ്മളതേ ഇവിടുന്ന് പോവാണ് വീണ്ടും തമിഴ്നാട്ടിലേക്ക്. സേവ് ടൈഗേഴ്സ്. അങ്ങനെ ഞങ്ങൾ പറമ്പിക്കുളത്ത് നിന്ന് ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് കയറി. ആ ടൈമിൽ തന്നെ നോക്കി ഒരു കൂട്ടം മാനകൾ കേട്ടോ. ഒരു 5-6 ഉണ്ട്. അതെല്ലാവരും കൂടിയിട്ട് കാട്ടിലേക്ക് ഇങ്ങനെ കയറിക്കൊണ്ട് വണ്ടി കണ്ട വശം വേഗം ഉള്ളിലേക്ക് പോയിട്ടാ. ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിൽ ഇതേ ഇരിക്കണ് നല്ല ഹനുമാൻ കുരങ്ങ്. ഇതിൻ്റെ പേര് ഹനുമാൻ കുരങ്ങ് എന്നാണ് എൻ്റെ വിശ്വാസം. ഇതിൻ്റെ കറക്റ്റ് പേര് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. അങ്ങനെ നിൽക്കുമ്പോൾ നോക്കി റൈറ്റ് സൈഡിൽ നോക്കിയപ്പോൾ നല്ലൊരു മ്ലാവക്കണം. ഒറ്റയ്ക്കുള്ളൂ കേട്ടോ ആള്. നല്ല കൊമ്പൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുണ്ട്. ഞങ്ങൾ കണ്ട വശം വേഗം തിരിഞ്ഞത് ഈ കാട്ടിലേക്ക് ഞങ്ങൾ ഓടിയിട്ടാ. അങ്ങനെ യാത്ര തുടങ്ങാം. അപ്പോ എന്താ പറയാ, നമ്മുടെ വണ്ടി ട്രിപ്പ് അവസാനിപ്പിക്കാൻ പോണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ കുറെ മൃഗങ്ങള് ഈ വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആനേനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആനയെ ഞങ്ങൾക്ക് മാത്രം കാണാൻ പറ്റില്ല, അത്ര അകലെയായിരുന്നു, അപ്പൊ കാണാൻ പറ്റില്ല. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ മൃഗങ്ങളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. എലിക്കുട്ട ഏതൊക്കെ മൃഗങ്ങളെ കണ്ടു? കാട്ടുപോത്ത്, പിന്നെ കുറെ പക്ഷികളുണ്ട്,
പിന്നെ മാവിനെ കണ്ടില്ലേ, മാവ്, പിന്നെ ആന കണ്ടു, മാനിനെ കണ്ടു, പീക്കോക്ക് ഇഷ്ടം പോലെ അല്ലേ. മങ്കീസ് തന്നെ മൂന്ന് ടൈപ്പ് മങ്കീസ് ഉണ്ടായിരുന്നു ഇല്ലേ, വൈറ്റ്, ബ്ലാക്ക്, പിന്നെ പറഞ്ഞ നോർമൽ മങ്കി. ഹനുമാൻ കുരങ്ങ്, വെള്ളക്കുരങ്ങ്, കരിങ്കുരങ്ങ്, 3 ടൈപ്പ് മരുങ്ങ്, കുരങ്ങ് അങ്ങനെ കണ്ടു. എന്തായാലും നമ്മൾ ഈ ട്രിപ്പ് പോയാല് വലിയ ഒരു നഷ്ടമില്ല കേട്ടോ. ഒരു 1 ഡേ ട്രിപ്പ്, രാവിലെ 7 മണിക്ക് പോയി, നമ്മളൊരു 11 മണിക്ക് വണ്ടി എടുത്തു. 11:30 ആയപ്പോ നമ്മള് 11:45 ആയപ്പോ, അല്ല 11 ഒരു 12 മണി കഴിഞ്ഞപ്പോ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ 2 മണിക്ക് ഫുഡ് കഴിച്ചു. ബാക്കിയെല്ലാം കറങ്ങി തിരിഞ്ഞ് സൂപ്പർ ഫുഡ് ആയിരുന്നു, അടിപൊളി നാച്ചുറൽ നാടൻ ഫുഡ് വിത്ത് ആംപ്ലേറ്റ് എന്നിട്ട് അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഫുള്ള് കറങ്ങി. ഒരുമാതിരി എല്ലാം ലെപ്പേഡിനെയും ടൈഗറിനെയും മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. ബാക്കി ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാം കണ്ടു. കരടി കണ്ടില്ല. പക്ഷെ അത് കാണാൻ പറ്റൂന്ന് പറഞ്ഞു അവര്. അത് ഈവനിങ് ഒരു 4 o'clock സ്റ്റേ ഒക്കെ ഉണ്ട് അവിടെ. അപ്പൊ സ്റ്റേ ചെയ്യാനായിട്ട് ആഗ്രഹമുള്ളവർക്കാണ് അതൊക്കെ സൈറ്റിങ് കിട്ടാന്നാണ് പറയുന്നത്. നമ്മൾ പോയത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് വെയില് നല്ല ചൂടുള്ളതുകൊണ്ടും ആ സമയത്തൊന്നും പുലിയും ഇതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ ഓൾറെഡി എന്തിന് കരിഞ്ഞിരിക്കണം, ഈ വെയിലിന്റെ ഒരു ഇതുകൊണ്ട് കാട് മുഴുവൻ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം മൃഗങ്ങളൊന്നും ഉച്ചയ്ക്ക് 2 മണി 1 മണി വരെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയമാണല്ലോ. അപ്പൊ ആരും ഉണ്ടായിരുന്നില്ല. എന്നാലും ഓൾമോസ്റ്റ് എല്ലാത്തിനും കണ്ടുകൂടെ നമ്മുടെ ഭാഗ്യം കൊണ്ട് ഒരുവിധം എല്ലാത്തിനും കണ്ടു. പിന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനാകെ എന്താ പറയാ, ഇതിനിപ്പോ ടിക്കറ്റ് ചാർജ് എന്ന് പറയാണ്ട് ഒരാൾക്ക് 50 രൂപ നമ്മുടെ തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കൊടുക്കണം. നമ്മൾ കേരള ചെക്ക് പോസ്റ്റിൽ 50 രൂപ, പിന്നെ ട്രക്കിങ്ങിന് ഒരാൾക്ക് 400 രൂപ. അങ്ങനെയാണ് ചാർജ് തന്നെ കേട്ടോ. എന്തായാലും 1 ഡേ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നഷ്ടാവില്ല. എല്ലാവരും കുറച്ചുകൂടി മഴ പെയ്ത് കൊടുക്കുന്ന കാലത്ത് വരണമെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കുറച്ചുകൂടി ഗ്രീനിഷ് ആയിട്ട് കാണാൻ പറ്റും. നല്ല മഴയത്ത് വരാണ്ടിരിക്കാൻ നല്ലത്. ഈ മണ്ണടിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് അല്ലേ. അപ്പൊ അതുകൊണ്ട് മഴയൊക്കെ അവസാനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വരാണെങ്കിൽ നല്ല പച്ചപ്പായിട്ട് പച്ചപ്പും ഊഷ്മളതയും കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് അഭിപ്രായം പറയണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോ, ഞങ്ങൾ അതിനെ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇത് നമുക്ക് അവിടുത്തെ സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പേയ്മെന്റ് കൊടുത്തെങ്കിൽ നമുക്ക് സ്റ്റേ ഉണ്ട്. ഈവനിങ് തലേദിവസം ഈവനിങ്ങിൽ ചെന്നിട്ട് പിറ്റേ ദിവസം ഈവനിങ് വരെ നിന്നിട്ട് പോരാവുന്ന ഒരു സിസ്റ്റം ഒക്കെ ഉണ്ട്. അതിന് നമുക്ക് അതിന്റെ ലിങ്ക് ഒക്കെ ഉണ്ട്, വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.